ധൃതി പിടിച്ചിറങ്ങി വരുന്നവരെ കണ്ടതും എല്ലാവരും നോക്കി. എങ്ങോട്ടാണ് കാശി പോകുന്നേ? ദേവനാരായണൻ ചോദിച്ചു. ഞങ്ങൾ അവളെ ഒന്നുകൂടെ അന്വേഷിക്കാൻ ഇറങ്ങിയതാണ്. ഞാനും വരാം കാശി, ഹരിചന്ദ്രൻ പറഞ്ഞു. വേണ്ട മാമി, ഞങ്ങൾ പോയി നോക്കട്ടെ, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാം. അല്ലേലും എൻ്റെ മകളായതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി മൊത്തം അന്വേഷിക്കേണ്ടതായിരുന്നു. നിന്റെയൊക്കെ പെങ്ങളെ കാണാതായിരുന്നെങ്കിൽ ഉറക്കമില്ലാതെ അന്വേഷിച്ചേനെ. ഇവിടെ പെങ്ങളെ കാണാഞ്ഞിട്ട് പോലും ഒരുത്തനെ അന്വേഷിക്കാതെ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങി. ശ്രീജ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതും ഒപ്പം ദത്തനും ആളവയ്ക്കും ഇട്ട് താങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളൊരു നല്ല അമ്മ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെങ്ങനെയാ? നിങ്ങളെപ്പോലെ തന്നെയാ മകളും. ദേ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനുണ്ടല്ലോ, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അവൻ്റെ കൂട്ടുകാരോടും സഹപ്രവർത്തകരെയും ഒക്കെ വിളിച്ച് അന്വേഷിക്കലായിരുന്നു. കൂടാതെ ഇന്ന് വെളുപ്പിനെ ഇങ്ങോട്ട് വന്നത് അത് നിങ്ങൾ കണ്ടായിരുന്നോ? മൂടി പുതച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ. എത്ര വട്ടം പറഞ്ഞതാണ് ആ ബന്ധം വേണ്ട എന്ന്. കേട്ടോ നിങ്ങൾ? ഇല്ല. എന്നാൽ കാതു തുറന്ന് കേട്ടോ നിങ്ങൾ? നിങ്ങളുടെ ആദിമോനെ കുറച്ചു നേരം അന്വേഷിച്ചു. പിന്നെ അവൻ അവൻ്റെ പാടും നോക്കി പോയി. അവൻ്റെ അച്ഛമ്മ, അതായത് നിങ്ങളുടെ അമ്മയും ആദിമോനും എന്താ പറഞ്ഞതെന്നറിയോ? വല്ലവൻ്റെയും കൂടെ പോയിട്ടുണ്ടാകുമെന്ന്. പണമുള്ളവനെ അവൾക്ക് ആവശ്യമെന്ന്. കുഞ്ഞിലെ തൊട്ട് ദേ ഈ നിൽക്കുന്നവൻ്റെയും സിദ്ധുവിൻ്റെയും എൻ്റെയും കയ്യിൽ തൂങ്ങി നടന്നവളായിരുന്നു ധനു. പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളാണ്. ഞങ്ങളെല്ലാവരും അവൾക്ക് ഏട്ടന്മാരായിരുന്നു. പതിയെ പതിയെ അതിനെ മാറ്റങ്ങൾ വരുത്തി. എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി. അതിനുവേണ്ടി നാറിയ കളികൾ കളിച്ചു. കയ്യോടെ പൊക്കിയപ്പോൾ എന്നെ വിട്ട് ആദിയെ പിടിച്ചു. പണം, പ്രതാപം, ഒപ്പം അഹങ്കാരത്തോടെ റാണിയെ പോലെ കഴിയുക, ഇതൊക്കെ അവളിലേക്ക് നിങ്ങൾ കുത്തി നിറച്ചു. സ്നേഹം എന്നത് അവളിൽ നിന്നും നിങ്ങൾ പാടെ മാറ്റി. അവിടെ പണത്തിന് മുൻതൂക്കം കൊടുപ്പിച്ചു. കാണാതായത് തൊട്ട് നെഞ്ചു നീറി അന്വേഷിക്കുന്നത് എല്ലാവരും. എവിടെയെങ്കിലും പോയവളായിരുന്നെങ്കിൽ ഇപ്പം തിരിച്ചു വന്നേനെ. ഒരു രാത്രി കഴിഞ്ഞു. ഇന്നലെ തൊട്ട് എല്ലാവരെയും കുത്തി നോവിപ്പിക്കുകയാണ് നിങ്ങൾ. ആ നേരം കൊണ്ട് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്, മറ്റൊന്നും വരുത്തില്ല എന്ന്. പിന്നെ എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയുകയാ. കേൾക്കാൻ പോകുന്ന വാർത്ത അത് ചിലപ്പോൾ വേദനാജനകമായിരിക്കും. അതുപോലെ ദുഷിച്ച മനസ്സുമായി നടക്കുന്നവ ചിന്തിക്കുക. എല്ലാം അറിയുന്നവൻ മുകളിലിരിക്കുന്നുണ്ടെന്ന്. അതിനുള്ള ശിക്ഷയും അവർ തന്നെ തരും. സ്നേഹത്തോടെ വിശ്വാസത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. എന്നാലേ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ കഴിയൂ. അത്രയും ദേഷ്യത്തോടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കാശി ഇറങ്ങിപ്പോയി. കൂടെ ഹരിയും നന്ദനും ദത്തനും പോയി. കാശിയുടെ വാക്കുകൾ ശ്രീജയിൽ നടുക്കം സൃഷ്ടിച്ചു. ബാക്കി എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നു. എന്നാൽ അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഗായത്രിയിലും ഞെട്ടലുണ്ടാക്കി. കാശിയും കൂട്ടരും ആശുപത്രിയിലെത്തുമ്പോൾ CCUവിന് മുന്നിലിരിക്കുന്ന സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി. ഡാ, എന്താ പറ്റിയേ? കാശി ചോദിച്ചു. ധനുവിനെ കിട്ടി. എവിടുന്ന്? അവൾക്ക് എന്താ പറ്റിയേ? പറയാം, ദത്തനെ കാണണമെന്ന് പറഞ്ഞു. നീ ചെന്നിട്ട് കണ്ടിട്ട് വാ. അവൻ ദത്തനെ നോക്കി പറഞ്ഞു. അവനകത്തേക്ക് കയറിയതും സിദ്ധു കാശിയോട് കാര്യങ്ങൾ പറഞ്ഞു. ദത്തൻ CCU ഡോർ തുറന്ന് അവരുടെ ഡ്രസ്സ് ധരിച്ച് അകത്തേക്ക് കയറി. അവിടെ ബെഡിൽ കുറേയേറെ വയറുകൾക്കിടയിൽ കിടക്കുന്നവളെ കണ്ടതും ഞെട്ടി. തലയിൽ ഒരു വലിയ കെട്ടുണ്ട്. മുഖത്തൊക്കെ നീര് വെച്ചിരിക്കുന്നു. ഒപ്പം തള്ളിയ പാട്. ചുണ്ടുകൾ പൊട്ടിയിരിക്കുന്നു. ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. മോളെ ധനു, വിറയാർന്ന ശബ്ദത്തോടെ വിളിച്ചു. ദത്തൻ്റെ വിളി കേട്ടതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു. അവനായി കുഞ്ഞു പുഞ്ചിരി നൽകി. ഏട്ടാ, ഞാൻ സോറി. ഇനി ഞാൻ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊന്നും പറയില്ല മോൾക്ക്. ഒന്നും പറ്റില്ല. ഇതെന്തു പറ്റി? ആരാ മോളെ കൊണ്ടുപോയത്? അത് ആദിയുടെ വല്യച്ഛ. അവളുടെ അവസാന ശ്വാസം നിലച്ചു. ദത്തൻ്റെ കൈക്കുള്ളിൽ നിന്നും അവളുടെ കൈകൾ ഊർന്നു വീണു. ഞെട്ടലോടെ അവൻ അവളെ നോക്കി. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. നേഴ്സ് വന്ന് അവനെ പുറത്താക്കിയതും കാശിയും സിദ്ധുവും ദത്തൻ്റെ അരികിലേക്ക് ചെന്നു. ഒരു പൊട്ടി കരച്ചിലോടെ അവൻ കാശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പോയടാ അവൾ. കാശി അവനെ ചേർത്ത് പിടിച്ചു. സന്തോഷത്തോടെ ഇരിക്കേണ്ട ദിവസം സങ്കടത്താൽ നിറഞ്ഞു. ആശുപത്രിയിലെ നടപടികൾ കഴിഞ്ഞതും നന്ദൻ ദേവനാരായണനെയും മഹാദേവനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവരിൽ നിന്നും കേട്ട വാർത്തയിൽ ഇരുവരും വിഷമത്താൽ തളർന്നു. ഇരുവരും അവരെത്തുന്നതിന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. കല്യാണ പന്തൽ ഒരുങ്ങേണ്ട വീട് മരണവീടായി. ഏതോ വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നവർ കാണുന്നത് ആംബുലൻസ് ആണ്. എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽപ്പാണ്. ആംബുലൻസിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ദത്തനാണ്. ആകെ കരഞ്ഞു മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് കണ്ടതും ഹരിചന്ദ്രൻ അവൻ്റെ അടുത്തേക്ക് ഓടാൻ നിന്നതും അവിടുത്തെ കാഴ്ചയിൽ ഞെട്ടിത്തരിച്ചു നിൽപ്പാണ്. പതിയെ അയാൾ വീഴാൻ പോയതും ദേവൻ അയാളെ താങ്ങി പിടിച്ചു. എൻ്റെ മോള്, അയാൾ മൊഴിഞ്ഞു.
വീട്ടിലേക്ക് കൊണ്ടുവന്ന അവളുടെ ചേതയേറ്റ ശരീരം കാണേ ശ്രീജ ഒരടി നടക്കാൻ കഴിയാതെ വിറങ്ങലിച്ചു നിന്നു. പാർവതി അവരെ ചേർത്ത് പിടിച്ചു. പാർവതി, അതെൻ്റെ മകളല്ലല്ലോ, എൻ്റെ ധനുമോളല്ലല്ലോ. അവർ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. പാർവതി കരച്ചിലോടെ അവരെ ചേർത്ത് പിടിച്ചു. ഏയ്, എൻ്റെ മകളല്ല, അവൾ ഇങ്ങനെയല്ല. വരും, അവൾ വേറെ എവിടെയോ പോകാനാ. നീ വിഷമിക്കേണ്ട, ഇത് വേറെ ആരോ ആണ്, വീട് മാറി പോയതായിരിക്കും. എല്ലാവർക്കും ശ്രീജയുടെ പെരുമാറ്റം കാണി സങ്കടമായി. മുത്തശ്ശി പൊട്ടിക്കരഞ്ഞു. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, നിങ്ങൾക്കറിയണ്ട, ഇത് ധനുമോളല്ല. മോനെ ദത്ത, കാശി, നിങ്ങൾക്ക് ആളുമാറി. എൻ്റെ കുട്ടിയുടെ മുഖം പോലും ഇങ്ങനെയല്ല. അവളുടെ ശരീരം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അവരെന്തൊക്കെയോ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ ധനുവിൻ്റെ ചേതനയേറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആർത്തു കരഞ്ഞു. എൻ്റെ മോളെ, നിന്നെ ഇങ്ങനെ കാണാനാണോ കുഞ്ഞെ വിട്ടത്? മോളെ, എഴുന്നേൽക്ക്. ഇന്ന് നീ ആഗ്രഹിച്ച നിന്റെ കല്യാണ ദിവസമല്ലേ? എഴുന്നേൽക്ക് മോളെ. ഹരിയേട്ടാ, നമ്മുടെ മോള്, ഒന്ന് വിളിക്ക്. നിങ്ങളെ വിളിച്ച എഴുന്നേൽക്കും. അവർ ഹരിയുടെ ദേഹത്ത് തളർന്നു വീണു. ഹരി അവളെ ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞു. അറിഞ്ഞവർ ഓരോരുത്തരായി മഠത്തിൽ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ചാളുകൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ തിരക്കി. അവിടെയും ഇവിടെയുമായി ആളുകൾ നിൽക്കുന്നു. ഓരോ കാര്യങ്ങൾ അടക്കം പറയുന്നു. തെക്കേടുത്ത് നിന്നും വിവരമറിഞ്ഞ് എല്ലാവരും വന്നു. ആദിയെ കണ്ടതും ശ്രീജ വിറയലോടെ എഴുന്നേറ്റു. അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു. ഡോ മഹാഭാവി, ഇങ്ങനെ തിരിച്ചു തരാൻ വേണ്ടിയാണോ നീ ഇന്നലെ അവളെ കൊണ്ടുപോയത്? എൻ്റെ മകളെ തിരിച്ചു താടാ, കൊന്നു കളഞ്ഞല്ലോടാ. എനിക്കെൻ്റെ മകളെ താടാ. നിന്നെ ജീവനല്ലായിരുന്നു അവൾക്ക്, വിശ്വസിച്ച് പറഞ്ഞയച്ചതല്ലേടാ. അവനെ പിടിച്ചുലച്ചു. തല്ലിയും അവരുടെ ദേഷ്യം വിഷമവും തീർത്തുകൊണ്ടിരിക്കെ ദേഷ്യത്തോടെ അവൻ അവരെ തള്ളി. പെട്ടെന്നായതുകൊണ്ട് അവർ ധനുവിൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് വീണു. ദേ തള്ളെ, കണ്ടവരുടെ കൂടെ പോയിട്ട് ചത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മെക്കിട്ട് കയറുന്നു. എൻ്റെ പണം മോഹിച്ച് വന്നവളല്ലാതെ എന്നെ ജീവനൊന്നുമല്ലായിരുന്നു. പണമുള്ളവരുടെ പിന്നാലെയൊക്കെ അവൾ പോയിട്ടുണ്ടാകും. ഓർക്കറിയാം ഇനി കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്ന്. അവൻ്റെ വാക്കുകളിൽ ശ്രീജ കിടുങ്ങി. എല്ലാവരും ദേഷ്യത്തോടെ നോക്കി ആദിയെ. ആരും ഇപ്പോൾ ആ പ്രശ്നത്തിൽ പോകാതെ എല്ലാം കേട്ടുകൊണ്ട് നിന്നു. നീ എന്തു പറഞ്ഞടാ എൻ്റെ മകളെക്കുറിച്ച്? അനാവശ്യം പറയരുത്. ഞാൻ എന്താനാവശ്യം പറഞ്ഞിട്ടുള്ളത്? അപ്പം അറിഞ്ഞില്ലായിരുന്നു അവളെ റേപ്പ് ചെയ്തേക്കുന്നതാണ്. പിന്നെ റേപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ആശുപത്രിയിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്. അലസിപ്പോയി. ഇങ്ങനെയുള്ളവൾ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് ഇനി നിങ്ങൾക്കും അറിയാമായിരുന്നോ? ആദി, മതി, നീ പോയി ഇവിടുന്ന്, രാമചന്ദ്രൻ കലിയോടെ പറഞ്ഞു. അവൻ്റെ മുത്തശ്ശി അവനെ നോക്കി, അതും ദേഷ്യത്തോടെ. ആദിയുടെ വായിൽ നിന്നും കേട്ട കാര്യം തൻ്റെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നത് ശ്രീജയിലും ഹരിചന്ദ്രനിലും അടുത്ത വീട്ടുകാർക്കും നടുക്കം സൃഷ്ടിച്ചു. ആദിയുടെ വായിൽ നിന്നും കേട്ട കാര്യങ്ങൾ അവരിൽ കൂടുതൽ ദുഃഖമുണ്ടാക്കി. കാശിയും കൂട്ടരും ആദിയെ കലിയോടെ നോക്കി നിന്നു. മരണവീടായതുകൊണ്ടൊന്നും പറയാതെ വിട്ടു. പക്ഷെ അവരുടെ കണക്ക് പുസ്തകത്തിൽ അവനുള്ള പണി അവർ കുറിച്ചിട്ടു. ബോഡി എടുക്കാൻ നേരമായതും അവളുടെ അച്ഛൻ കയ്യിലൊരു ബോക്സുമായി വന്നു. തൻ്റെ മകൾ ഒരിക്കൽ അമ്മയോട് പറയുന്നത് കേട്ടിരുന്നു. കല്യാണത്തിൻ്റെ ഒരു നെക്ലേസ് വേണമെന്ന്. അയാൾ അവൾക്കായി വാങ്ങിയ മാല അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. എൻ്റെ പൊന്നെ, നിനക്ക് വേണ്ടി വാങ്ങിയതാ, ഇതിട്ടിട്ട് പോയാൽ മതി നീ, അയാൾ കണ്ണീരോടെ പറഞ്ഞു. ശ്രീജ പൊട്ടിക്കരഞ്ഞു. ബോഡി എടുക്കാൻ ശ്രീജ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ ഹരിചന്ദ്രൻ അവരെ പിടിച്ചു വെച്ചു. എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞതും ഗീതയും പാർവതിയും ശ്രീജയ്ക്ക് കൂട്ടിരുന്നു. ഹരിചന്ദ്രൻ്റെ അരികിൽ മഹാദേവനും ദേവനും ഇരുന്നു. മുത്തശ്ശിയും മുത്തശ്ശനും കിടന്നു. മുത്തശ്ശിക്കൊപ്പം പാർവർണയെ നിർത്തി. ബാക്കി എല്ലാവരും അവരവരുടെ മുറിയിലാണ്. കാശി മുറിയിൽ ചെല്ലുമ്പോൾ അച്ചു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ആദിയേട്ടൻ എന്തൊരു ക്രൂരനാണ്, ഇങ്ങനെയൊക്കെ പറയാമോ? ഇഷ്ടത്തോടെയല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചേക്കുന്നത്, വേറെന്തോ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും കെട്ടാൻ പോകുന്ന കുട്ടിയാണെന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ? ഒരു വിഷമം പോലും ആ മുഖത്തുണ്ടായില്ല. നീ അതും ഇതും ആലോചിച്ചിരിക്കേണ്ട, അവനുള്ളതൊക്കെ ഈശ്വരൻ കൊടുക്കും, ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. വല്ലാത്തൊരു ഭാവത്തോടെ കാശി അവളോട് പറഞ്ഞു. സ്വന്തം ഏട്ടനാണ്, ഒരേ ചോര. പക്ഷേ പറയാതെ വയ്യ, എന്തു ശിക്ഷ കൊടുത്താലും മരണത്തിന് തുല്യമായിരിക്കണം. ഒരു പെണ്ണിനെയും ഇങ്ങനെയൊന്നും പറയരുത്. പിന്നെ ധനുവിനെ ഈ അവസ്ഥയിലാക്കി അതിനെ കൊന്നൊടുക്കിയവരെയും വെറുതെ വിടരുത്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു നിയമവും ഒന്നും ചെയ്യില്ല. അവരെയൊക്കെ പന പോലെ വളർത്തും. നരകിച്ചു ജീവിക്കണം, അല്ലെങ്കിൽ മരിക്കണം. ഇതിലേതെങ്കിലും കിട്ടാതിരിക്കില്ല. നീ എൻ്റെ തലയൊന്ന് തിരുമ്പിത്താ, വല്ലാതെ വേദനിക്കുന്നു. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ കാശി അവളോട് പറഞ്ഞു. അവൾ അവൻ്റെ തലയിൽ തിരുമ്മിക്കൊടുത്തോണ്ടിരുന്നു.
പതിയെ അവൻ്റെ കണ്ണുകൾ മയങ്ങി. ചിലതൊക്കെ കണക്കുകൾ കൂട്ടിവെച്ചു. അന്നത്തെ ദിവസം അടുത്ത വീട് മൗനമായി, ദുഃഖപൂർണമായി. പിറ്റേന്ന് രാവിലെ പാർവതിയും ഗീതയും അടുക്കളയിൽ പണിയിലായിരുന്നു. കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ച് ഓരോരുത്തരായി പോയി വിളിച്ചു. പലരും വരാൻ മടിച്ചെങ്കിലും അവർ നിർബന്ധിച്ചു. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതും മുത്തശ്ശൻ ആണുങ്ങളോടൊക്കെ പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഹരിചന്ദ്രനൊഴികെ എല്ലാവരും പുറത്തേക്ക് വന്നതും മുത്തശ്ശൻ പറഞ്ഞു തുടങ്ങി. മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞു അവൾ. പിന്നെ അവൾക്കൊരാഗ്രഹമുണ്ട്. വേറെ ഒരു ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അനാഥാലയമുണ്ട്, അവിടെ ഒരു ദിവസം ചിലവഴിക്കണം. ഒപ്പം അന്നത്തെ ഫുഡും നമ്മുടെ വക, അതും ധനിമോളുടെ പേരിൽ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ ഇവിടെ വന്ന് ആദ്യം ഉണ്ടാക്കിയ പൊല്ലാപ്പ് അറിയാലോ, അതിന് മറുപടിയും കൊടുക്കണം. അതിനാദ്യം അതിൻ്റെ സത്യാവസ്ഥ അറിയണം. അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് പറ്റിയ ശിക്ഷയും നൽകണം. പറഞ്ഞത് മനസ്സിലായോ പിള്ളേരെ? ധനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുന്നില്ല, കാരണം തെറ്റുകൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മോള് പോലും അറിഞ്ഞിട്ടില്ല അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയണം. ഒപ്പം ഇവിടുത്തെ കുട്ടിയെ ഉപദ്രവിച്ചവരെയും അറിയണം. നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ലതും കിട്ടിയാൽ എന്നോടും പറയണം. ഇനി എന്തിനും ഈ മുത്തശ്ശനുമുണ്ട്. തിന്മ ചെയ്യുന്നവരെ നമുക്ക് വേണ്ട, നന്നാക്കാൻ നോക്കിയിട്ട് നന്നാത്തവരെ നല്ലൊരു ശിക്ഷ തന്നെ നൽകണം. ഇന്ന് നമ്മുടെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഒരു കുട്ടിക്കും ഇതുപോലെ ഒരവസ്ഥ ഉണ്ടാവരുത്. മുത്തശ്ശൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സിദ്ധു പറഞ്ഞു അറിയാം. അതിവിടെ ഇപ്പോൾ സിദ്ധു പറയും. അതൊക്കെ കേട്ടിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഞങ്ങൾക്ക് ധനുവിനെ കിട്ടുന്നത് അത്രയും മോശമായിട്ടായിരുന്നു. അവൾ ഒത്തിരി രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്. അതിന് കിട്ടിയതൊക്കെയാണ് ആ മുഖത്തും കയ്യിലുമൊക്കെ കാണുന്നത്. പിന്നെ അവൾ മരിച്ചു എന്ന് ഇട്ടതാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ആ ഈശ്വരൻ കുറച്ച് ജീവൻ ബാക്കി വെച്ചു. ദത്തൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നിർത്തിയത് ആദിയുടെ വല്യച്ഛൻ എന്നാണ്. അതിനർത്ഥം അയാൾക്കിതിൽ പങ്കുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ ആദിയെ നിരീക്ഷിച്ചു. വെറും നിരീക്ഷണമല്ല, ഡീപ്പായിട്ട് തന്നെ അന്വേഷിച്ചു. അതിൽ നിന്നുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ ധനു അന്ന് ഇവിടുന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് തന്നെ വേറൊരു കാര്യത്തിന് കൂടി ആയിട്ടായിരുന്നു. അത് പറയുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം തോന്നാം. കാരണം അതുപോലത്തെ പ്രവൃത്തിക്കാണ് അവൾ ഇറങ്ങി തിരിച്ചത്. അശ്വതിയെയും കല്യാണിയെയും ആദിക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. സിദ്ധു പറഞ്ഞത് മുത്തശ്ശനും അച്ഛന്മാരും ഞെട്ടി. എന്താ മോനെ പറയുന്നേ? അവൾ എന്തിനാ ഇവരെ രണ്ടുപേരെയും അവന് എത്തിച്ചു കൊടുക്കുന്നേ? പിന്നെ കല്യാണി ആ കുട്ടി എന്തിനാ അവന്? അവരുമായി എന്തേലും ബന്ധമുണ്ടോ? മുത്തശ്ശൻ ചോദിച്ചു. ബന്ധമുണ്ട്. അവിടെ ജോലിക്കുന്ന ജാനകിയുടെ മകളാണ് കല്യാണി. അവളുടെ അമ്മയെ തളർത്തിയിട്ട് അവൻ അവൻ്റെ കാര്യങ്ങൾ സാധിച്ചു. അതും അവളുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്തുകൊണ്ട് തന്നെ. ഒരു പെണ്ണിനും അതുപോലൊരു ഗതി വരരുത്. കല്യാണിയെ അതുപോലെ അവൻ പറയാൻ പോലും പറ്റില്ല മുത്തശ്ശ. കാമത്തിന് വേണ്ടി നടക്കുന്നവൻ. അന്നവൻ അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കല്യാണി തലകറങ്ങി വീണു. അന്നാണ് അവിടെയുള്ളവർ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അവിടെ ആദിക്കും മുത്തശ്ശിക്കും ഒഴികെ ആർക്കും അറിയില്ലായിരുന്നു അതിൻ്റെ കാരണക്കാരൻ ആരെന്ന്. പക്ഷെ ബുദ്ധിമാനായ ആദി മുത്തശ്ശിയോട് നുണക്കഥകൾ പറഞ്ഞ് ഫലിപ്പിച്ചു. അങ്ങനെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുമെന്ന് മനസ്സിലാക്കിയ കല്യാണി അവിടുന്ന് തിരുവാണിപുരത്തേക്ക് വന്നു. തനിക്ക് രക്ഷയില്ലെന്നറിഞ്ഞതുകൊണ്ട് തൻ്റെ കൂട്ടുകാരിയെ കൂടി രക്ഷിക്കാനായി അവൾ എത്തിയത്. അങ്ങനെയാണ് നന്ദൻ്റെ അരികിലെത്തിയത്. പിന്നെ കാശിയും നന്ദനുമാണ് അവളെ സംരക്ഷിച്ചത്. കല്യാണിയെ രക്ഷിക്കാൻ വന്ന പെൺകുട്ടി അശ്വതിയായിരുന്നു. അശ്വതിയെ സ്നേഹിച്ചു നടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാന്. മാത്രമല്ല അവളുടെ പേരുള്ള സ്വത്തുക്കൾ കൈക്കലാക്കിയതിനു ശേഷം അവളെയും കല്യാണിയെയും നല്ല വിലക്ക് വിൽക്കാനും ഉറപ്പിച്ചു വെച്ചു. സ്വന്തം അനുജത്തിയല്ലേ അശ്വതി? ആ കുട്ടിയെ വരെ വിറ്റോ അവൻ? ഇത്രയും ദുഷ്ടനാണോ ധനുവിനെ ആലോചിച്ചത്? മുത്തശ്ശൻ ചോദിച്ചു. എത്ര തവണ ദത്തൻ പറഞ്ഞു അവൻ്റെ സ്വഭാവം ശരിയല്ല, ഈ ബന്ധം വേണ്ട എന്ന്. അമ്മയ്ക്കും മോൾക്കും മാത്രം പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇങ്ങനെയൊക്കെ നടന്നതിൽ അവർക്കുമുണ്ട് പങ്ക്. മുത്തശ്ശൻ അറിയോ, ധനുവിൻ്റെ ഫോണിൽ കല്യാണിയുടെ ന്യൂഡ് ഫോട്ടോസും പിന്നെ വീഡിയോസും ഉണ്ട്. ആദ്യം അയച്ചതാണ്. അത് കാണിച്ച് കല്യാണിയെ ഭീഷണിപ്പെടുത്തി. അവളുടെ കൂടെ ചെന്നില്ലെങ്കിൽ അതൊക്കെ ആ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമെന്നും ലോകം മുഴുവൻ കാണിക്കുമെന്നും പറഞ്ഞു. കൂട്ടത്തിൽ അതിനൊരു തലക്കെട്ടും കൂടി അവൾ പറഞ്ഞു, കല്യാണിക്കുട്ടിയുടെ ലീലാവിലാസങ്ങളെന്ന്. ഇത്രയൊക്കെ ധനു പറഞ്ഞു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ തൊലി ഉരിഞ്ഞുപോയി. അവൾക്കും വേണ്ടത് പണമായിരുന്നു. അതിനാണല്ലോ ആദ്യം തന്നെ മതിയെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ദത്തനെ അവരുടെ കൂടെ വിട്ടത്. അവിടെ വെച്ച് ആദിയയുടെ കൂടെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ദത്തൻ എതിർത്തതാണ്. പക്ഷേ അവർ കേട്ടില്ല. ആ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി. പിന്നെ ധനുവിനെ റേപ്പ് ചെയ്തവരിൽ ഒരാൾ ആദിയുടെ വല്യച്ഛനാണ്. പിന്നെ ഒരാളും കൂടെയുണ്ട്. അതാരാണെന്ന് കണ്ടെത്തണം.
ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവും ഉണ്ടാകും. ഒന്നുകിൽ ധനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്ത് നടത്തിയേക്കുന്നത്. അതൊക്കെ കണ്ടുപിടിക്കണം. അതിനായി ഇറങ്ങുകയാണ് ഞങ്ങൾ. മുത്തശ്ശൻ ഇവിടെ വേണം. കാരണം ഇവിടെയുള്ളവരെ സേവ് ചെയ്യണം. ഒപ്പം മഹിയച്ഛനും. ബാക്കി എല്ലാവരും അന്വേഷിക്കാൻ ഇറങ്ങും. അതുപോലെ അശ്വതി, അവളെ ശ്രദ്ധിക്കണം. ഒപ്പം കല്യാണിയെയും.